അമാവാസി രാത്രി, ഒരു ക്ഷേത്രക്കുളം, കണ്ണാടി പോലെ നിശ്ചലമായ വെള്ളം. പെട്ടെന്ന് അവിടെങ്ങും സംസ്കൃത ശ്ലോകങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. നൂറ്റാണ്ടുകളായി ആരും ചൊല്ലാത്ത പുരാതനമായ വാക്കുകൾ. ആ ശബ്ദത്തെ പിന്തുടരുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരാൽമരത്തിന്റെ മുന്നിലാണ്. അതിൻ്റെ വേരുകൾ രഹസ്യങ്ങൾ മുറുകെ പിടിച്ച വിരലുകൾ പോലെ മണ്ണിലേക്ക് ഇഴഞ്ഞിറങ്ങിയിരുന്നു. ശാഖകൾക്ക് താഴെ ഒരു രൂപം. അത് മുഴുവനായി ഭസ്മം പൂശിയിരുന്നു. കെട്ടുതീരാത്ത കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകൾ. ബ്രഹ്മരക്ഷസ്. എല്ലാ അമാവാസിയിലും നാട്ടുകാർ ബ്രഹ്മരക്ഷസിനെ പ്രീതിപ്പെടുത്തുവാനായി 108 വിളക്കുകൾ കൊളുത്തി. ഭീതിയോടെ അവർ അതിനോട് അപേക്ഷിച്ചു, രാത്രികളിൽ ശാന്തനായിരിക്കണമേ. കാരണം വിളക്കുകൾ അണഞ്ഞാൽ ആ ബ്രഹ്മരക്ഷസ് അലയാൻ തുടങ്ങും. അത് വേട്ടയാടാൻ തുടങ്ങും. കഥ തുടരുന്നതിന് മുമ്പ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ബ്രഹ്മം അഥവാ ജ്ഞാനം അല്ലെങ്കിൽ പവിത്രമായ ബോധം. രക്ഷസ് ദുഷ്ടാത്മാവ്. ഗരുഡപുരാണം അനുസരിച്ച് ബ്രഹ്മരക്ഷസ് ജ്ഞാനത്തെ ദോഷകരമായി ഉപയോഗിച്ച അറിവുള്ളവന്റെ ശാപം പേറുന്ന ആത്മാവാണ്. പുരാണ കഥകളിൽ ഇവർ ഭസ്മം കൊണ്ട് മൂടിയ ശരീരവും ജ്വലിക്കുന്ന കണ്ണുമുള്ളവരാണ്. ഇവരുടെ പൂണൂൽ പാപത്തിന്റെ ചൂടിൽ കരിഞ്ഞതുപോലെയായിരിക്കും. ഇവർ വസിക്കുന്നത് ജ്ഞാനമുള്ളിടങ്ങളിലാണ്. ക്ഷേത്രങ്ങൾ, വടവൃക്ഷങ്ങൾ, ശ്മശാനങ്ങൾ, പഴയ വായനശാലകൾ. അവർ അലയുന്നത് അഹങ്കാരികളെയും ജ്ഞാനത്തെ അപമാനിക്കുന്നവരെയും ഒരിക്കൽ അവർ ചെയ്തതുപോലെയുള്ള പാപങ്ങൾ ചെയ്തവരെയും തേടിയാണ്. അവർ പഠിച്ച ഓരോ മന്ത്രങ്ങളും അവർ ചെയ്ത ഓരോ തെറ്റുമോർത്ത് അവർ അലയും. അതായിരുന്നു അവർക്കുള്ള ശിക്ഷ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്തുള്ള ഒരു ക്ഷേത്രം. മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു സംസ്കൃത പണ്ഡിതൻ അവിടെ താമസിച്ചിരുന്നു. അദ്ദേഹം വേദങ്ങൾ മനഃപ്പാടമാക്കി ചൊല്ലുന്നത് കേൾക്കാൻ ആളുകൾ ദിവസങ്ങളോളം യാത്ര ചെയ്തു വന്നു. അദ്ദേഹത്തിന്റെ പ്രതിഭ വാനോളം പുകഴ്ത്തപ്പെട്ടു. പക്ഷെ അത് അദ്ദേഹത്തിന്റെ അഹങ്കാരം വർദ്ധിപ്പിച്ചു. അദ്ദേഹം മറ്റു ക്ഷേത്ര പുരോഹിതന്മാരെ പരിഹസിച്ചു. അവരെ വിഡ്ഢികൾ എന്ന് വിളിച്ചു. അവരുടെ കർമ്മങ്ങൾ വെറും മൂഢമായ പ്രവൃത്തികളാണെന്ന് തർക്കിച്ചു. ഒരു ദിവസം സന്ധ്യയ്ക്ക് പുരോഹിതന്മാരും ഇദ്ദേഹവും ഒരു സംവാദത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അയാൾ ഒരു കാര്യം പറഞ്ഞു. കേട്ടവരെല്ലാം ചെവിയിൽ കൈവച്ചു. അദ്ദേഹം അതിര് കടന്നിരുന്നു. ദേവീക്ഷേത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും ശക്തിയുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ വീഴ്ത്തട്ടെ. ജനക്കൂട്ടം മരവിച്ചു. പക്ഷെ പെട്ടെന്ന് ഒരു മിന്നൽ പിണർ ആകാശം പിളർന്നുകൊണ്ടെത്തി. അത് പണ്ഡിതനെ നിലത്ത് വീഴ്ത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിറച്ചിരുന്നു. ചുണ്ടുകൾ അനങ്ങിയിരുന്നെങ്കിലും ശബ്ദം പുറത്തു വന്നിരുന്നില്ല. നീതി നടപ്പായി എന്ന് എല്ലാവരും പറഞ്ഞു. അടുത്ത അമാവാസി രാത്രി ക്ഷേത്രകുളത്തിനടുത്തുള്ള ആൽമര ചുവട്ടിൽ സംസ്കൃത ശ്ലോകങ്ങൾ പ്രതിധ്വനിച്ചു. ചില ധൈര്യശാലികൾ ആ സ്വരം തേടി അവിടെ എത്തിയപ്പോൾ കണ്ടത് ദേഹം മുഴുവൻ ഭസ്മം മൂടി ജ്വലിക്കുന്ന കണ്ണുകളുമായി താൻ ചെയ്ത പാപങ്ങളുടെ തടവറയിൽ നിന്ന് ഒരിക്കലും മോചനമില്ലാതെ അയാൾ അവിടെ നിൽക്കുന്നു. വെട്ടിക്കാട് ബ്രഹ്മരക്ഷസ്. തന്നെ പോലെ ജ്ഞാനത്തിൽ മതിമറന്നവരെ വേട്ടയാടാൻ അയാൾ അവിടെ കുടിയിരുന്നു. അഹങ്കാരം അതിര് കിടക്കുമ്പോൾ അറിവുകൊണ്ട് ഒരു ഉപകാരമില്ലാതാവുന്നു. കർണാടകയിലെ മന്ത്രതന്ത്രങ്ങളിൽ കേമന്മാരായ 2 സഹോദരന്മാരുടെ കഥ പറയാം. മൂത്ത സഹോദരൻ അമരത്വം നേടാനുള്ള ഒരു യാഗം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇളയ സഹോദരൻ അവനെ വിലക്കാൻ ശ്രമിച്ചു. ചില വാതിലുകൾ തുറന്നാൽ പിന്നെ ഒരിക്കലും അടയ്ക്കാനാവില്ല, അയാൾ പറഞ്ഞു. എന്നാൽ മൂത്ത സഹോദരൻ ഇതൊന്നും കേട്ടില്ല. വാദം തർക്കമായി. തർക്കം വിദ്വേഷമായി. അവസാനം ഇരുവരും ഒരുമിച്ച് ഒരു ഭയാനകമായ കർമ്മം ചെയ്തു തുടങ്ങി. മന്ത്രതന്ത്രങ്ങളിലൂടെ പരസ്പരം തോൽപ്പിക്കാനുള്ള യാഗം. ഹോമകുണ്ഡത്തിൽ തീ ആളിക്കത്തി. ഭൂമി വിറച്ചു. അവരുടെ ശബ്ദങ്ങൾ യുദ്ധം പോലെ ഏറ്റുമുട്ടി. പിന്നീട് നിശബ്ദത. അടുത്ത ദിവസം ഗ്രാമവാസികൾ അവരെ യാഗവേദിക്ക് സമീപം മരിച്ച രീതിയിൽ കണ്ടെത്തി. അവരുടെ ശരീരം മഞ്ഞളും ചാരവും കൊണ്ട് മൂടിയിരുന്നു. അടുത്ത രാത്രികളിൽ ആ യാഗവേദിക്ക് സമീപമുള്ള കാട്ടിൽ പലയിടത്തു നിന്നും അവരുടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങി. ഒരിക്കലും അവസാനിക്കാത്ത തർക്കം പോലെ. സന്ധ്യയ്ക്ക് ശേഷം ആ കാടുകളിലൂടെ പോകുന്നവർ കോപത്തോടെ, നിരാശയോടെ തങ്ങളുടെ കാതുകൾക്കരികിൽ മുഴങ്ങുന്ന ആ ശബ്ദം കേട്ട് പേടിച്ച് വിറച്ചു. വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സന്യാസി മഹാശാന്തി ഹോമം നടത്തി. 2 കറുത്ത പുകപടലങ്ങൾ ചുറ്റിപ്പിണഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു. അതോടെ ആ ശബ്ദങ്ങൾ ഇല്ലാതായി. നമുക്ക് ബ്രഹ്മരക്ഷസുമായി ബന്ധപ്പെട്ട വേറൊരു കഥ പറയാം. പുരാതന കാശിയിലെ ഗംഗാതീരത്തുള്ള ഒരു ദേവാലയം. അവിടെ ഒരു ബ്രാഹ്മണ പുരോഹിതൻ ജീവിച്ചിരുന്നു. ദേവിക്ക് അർപ്പിക്കപ്പെടുന്ന സംഭാവനകൾ സൂക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ധർമ്മം. ആദ്യം കുറച്ച് നാണയങ്ങൾ മോഷ്ടിച്ചു. പിന്നീട് സ്വർണ്ണ കഷ്ണങ്ങൾ. അത് പിന്നെ ദേവിയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കുന്നതുവരെ എത്തി. മറ്റു പുരോഹിതർ ഇത് ചോദ്യം ചെയ്തു. അദ്ദേഹത്തിന്റെ ഉത്തരം അവരെ ഞെട്ടിച്ചു. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ദേവിയെ സേവിച്ചിട്ടുണ്ട്. അവൾ എനിക്കിത് കടപ്പെട്ടിരിക്കുന്നു. അന്ന് രാത്രി ക്ഷേത്രത്തിലെ എല്ലാ വിളക്കുകളും ഒരുമിച്ച് ജ്വലിച്ചു. തീജ്വാലകൾ നിറം മാറി നീലയായി. ക്ഷേത്രത്തിനുള്ളിലെ ഒരു ശബ്ദം കേട്ട് പുരോഹിതന്മാർ രാവിലെ ഉണർന്നു.
ദേവിയുടെ സന്നിധിയിൽ ജീവനറ്റ നിലയിൽ ആ അത്യാഗ്രഹിയായ പുരോഹിതൻ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കരിഞ്ഞ കൈക്കുള്ളിൽ ഉരുകി ഒട്ടിക്കിടക്കുന്ന സ്വർണം. അന്നു മുതൽ ഓരോ രാത്രിയും ആ വിശാലാക്ഷി ക്ഷേത്രത്തിനുള്ളിൽ ഒരു വിളക്ക് തെളിയുമെന്ന് പറയപ്പെടുന്നു. ആ വിളക്കിന് പിന്നിലെ നിഴൽ മന്ത്രങ്ങൾ ഉരുവിടും. ക്ഷമിക്കണേ ദേവി. കുറ്റബോധത്തോടെ ആ ശപിക്കപ്പെട്ട ബ്രഹ്മരക്ഷസ് ദേവിയുടെ നിധി കാക്കുന്നു എന്നാണ് കഥ. ഉത്തരാഖണ്ഡിൽ കുമയൂൺ മലനിരകളിൽ ഒരു ആത്മീയ ഗുരു താമസിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ വരും. തനിക്ക് ദേവന്മാരെ വിളിച്ചു വരുത്താനും അവരുടെ ദർശനങ്ങൾ ലഭിക്കാനും കഴിയുന്ന മന്ത്രങ്ങൾ സ്വായത്തമാണെന്ന് അയാൾ ആളുകളെ വിശ്വസിപ്പിച്ചിരുന്നു. ആ ജ്ഞാനം ലഭിക്കാനായി അദ്ദേഹത്തിനെ ആരാധിക്കാൻ അയാൾ വിദ്യാർത്ഥികളെ നിർബന്ധിച്ചു. വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് മുന്നിൽ തലകുനിക്കണം, സ്വാമി എന്ന് വിളിക്കണം, അദ്ദേഹത്തിന്റെ വാക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ഒരു ശിഷ്യൻ അന്ന് നിരാകരിച്ചു. നിങ്ങളൊരു ഗുരു മാത്രമാണ്, ദൈവമല്ല. ആ വാക്കു കേട്ട് ഗുരു കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം ശിഷ്യനെ പരസ്യമായി ശപിച്ചു. നിന്റെ ധിക്കാരം അതിര് കടന്നിരിക്കുന്നു. എന്നെ എതിർത്ത നിന്നെ ദേവന്മാർ ശിക്ഷിക്കും. അന്ന് രാത്രി ഒരു കൊടുങ്കാറ്റ് വീശി. ഒരു മിന്നൽ പിണർ വന്നു. ഗുരുവിന്റെ കുടിൽ കത്തിപ്പോയി. ഗ്രാമവാസികൾ പാഞ്ഞെത്തിയപ്പോൾ കുടിൽ പൂർണ്ണമായി നശിച്ചിരുന്നു. പക്ഷെ ഗുരുവിന്റെ ശരീരം മുഴുവൻ കത്തിയിരുന്നില്ല. അന്നു മുതൽ അതിലൂടെ യാത്ര ചെയ്തവർ എല്ലാവരും ചില മന്ത്രങ്ങൾ കേൾക്കാൻ തുടങ്ങി. അടക്കിപ്പിടിച്ച ശബ്ദത്തിൽ അയാളെ അവർ ദ്വാരഹട്ടിലെ ബ്രഹ്മരക്ഷസ് എന്ന് വിളിച്ചു. തന്റെ അഹങ്കാരത്തിന്റെ വിലയായി ആത്മാവ് നഷ്ടപ്പെട്ട ബ്രഹ്മരക്ഷസ്. തമിഴ്നാട്ടിലെ ചോള രാജവംശത്തിന്റെ ഭരണകാലത്ത് ജ്യോതിഷം, വൈദ്യം, മന്ത്രതന്ത്രങ്ങൾ എന്നിവയിൽ പ്രാവീണ്യമുള്ള ഒരു ഉപദേഷ്ടാവ് രാജാവിനുണ്ടായിരുന്നു. അദ്ദേഹം രാജാവിന്റെ വിശ്വസ്തനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അപകടകരമായ ഒരു ആശയം തോന്നി. മരണം തടയാൻ കഴിയുമോ? സാക്ഷാൽ യമന്റെ മന്ത്രങ്ങൾ നിയന്ത്രിച്ച് ആളുകളെ മരണമില്ലാത്തവരാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ ശല്യപ്പെടുത്തുന്നത് അപകടകരമാണെന്ന് രാജാവ് അടക്കം ഉപദേശിച്ചിട്ടും അയാൾ അടങ്ങിയില്ല. ഒരു രാത്രി കൊട്ടാരത്തിലെ ആരാധനാലയത്തിൽ വെച്ച് അദ്ദേഹം തനിച്ച് ചില കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. മണിക്കൂറുകളോളം അയാൾ ജപിച്ചു. യമനോട് പ്രത്യക്ഷപ്പെടാനും തന്റെ ശക്തിയുടെ മുന്നിൽ കീഴടങ്ങാനും അയാൾ ആഹ്വാനം ചെയ്തു. പിറ്റേന്ന് രാവിലെ ആ മുറിയിൽ നിറയെ ചാരത്തിന് നടുവിൽ അദ്ദേഹത്തിന്റെ ശരീരം മുട്ടുകുത്തി നിൽക്കുന്നതാണ് കാവൽക്കാർ കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നിരുന്നു, വായ മരവിച്ചു പോയിരുന്നു. ഇന്നും പഴയ ചോളക്ഷേത്രത്തിന്റെ അവശിഷ്ടമുള്ളിടത്ത് കാറ്റുള്ള രാത്രിയിൽ ചില മന്ത്രോച്ചാരണങ്ങൾ കേൾക്കാമത്രേ. മരണത്തിന്റെ ദേവനെ ബന്ധിക്കാൻ ശ്രമിച്ച മഹാമാന്ത്രികൻ മരണത്തിന്റെ തടവുകാരനായി. കേരളത്തിലും കർണാടകയിലും കാശി മുതൽ ഹിമാലയം വരെയും ഇതേ കഥ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ഈ കഥകളെല്ലാം ഒരേ വഴിയിലൂടെയാണ് പോകുന്നത്. ഒരാൾ ജ്ഞാനിയായിരിക്കും, പിന്നീട് അയാൾ അഹങ്കാരിയായി മാറും. അവന്റെ ജ്ഞാനം ദുരുപയോഗം ചെയ്യും, അവൻ ശിക്ഷിക്കപ്പെടും. ഇത് സത്യത്തിൽ ഒരു മുന്നറിയിപ്പാണ്, ഗുണപാഠമാണ്. പുരാതന ഭാരതത്തിൽ ജ്ഞാനം ദൈവികമായിരുന്നു. അന്ന് ജ്ഞാനികളായിരുന്ന പുരോഹിതന്മാർക്കും ഗുരുക്കന്മാർക്കും വലിയ ഉത്തരവാദിത്വവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. വിനയമില്ലാത്ത ബുദ്ധി അപകടമാണെന്നും അനുകമ്പയില്ലാത്ത ശക്തി വിനാശമാണെന്നും അവരെ ഓർമ്മിപ്പിക്കാനുള്ള മാർഗമായിരുന്നിരിക്കണം ബ്രഹ്മരക്ഷസ് ഐതിഹ്യങ്ങൾ. അമാവാസി രാത്രികളിൽ പഴയ ക്ഷേത്രങ്ങളുടെയോ ആൽമരങ്ങളുടെയോ അരികിലൂടെ നടക്കുമ്പോൾ സംസ്കൃത ശ്ലോകങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടാതിരിക്കുക. ബ്രഹ്മരക്ഷസ് താൻ ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുകയാണ്.